ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കുകളാണ് നീതി, നീതി നിഷേധം, സ്വാഭാവിക നീതി, സ്വാഭാവിക നീതിയുടെ നിഷേധം. എന്താണ് സ്വാഭാവിക നീതി? ഇതാണ് ഇന്ന് പരിശോധിക്കുന്ന വിഷയം. ഭരണകർത്താക്കൾ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും നീതി തത്വങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഭരണം നടത്തേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾ സങ്കടത്തിലാകും. ഇങ്ങനെ സങ്കടത്തിലാകുന്ന സാധാരണക്കാർ സർക്കാരിനെതിരായി കോടതിയെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഭരണാധികാരികൾ എന്താണ് ചെയ്യുക? താൻ നടത്തിയ നീതി നിഷേധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കേസ് നടത്തും. കേസ് നടത്തുന്നതിനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? അത് സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നും എടുക്കും. ഇപ്രകാരം കോടതി വ്യവഹാരങ്ങൾ വരുമ്പോൾ കോടതികൾ എന്താണ് ചെയ്യുന്നത്? നാച്ചുറൽ ജസ്റ്റിസ് തത്വം പാലിച്ചുകൊണ്ട് വീണ്ടും തീരുമാനം കൈക്കൊള്ളാൻ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയോട് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാലും അത് വേണ്ട രീതിയിൽ പാലിക്കാതെ പിന്നീട് കണ്ടംപ്റ്റ് കേസുമായി മുന്നോട്ട് പോകുന്നതും സാധാരണമാണ്. അത്തരം അവസരങ്ങളിൽ സ്റ്റേറ്റ് ഖജനാവിൽ നിന്നും പണം എടുക്കുന്നതിനെ കോടതി വിലക്കുകയും മറ്റും ചെയ്തിരുന്നത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടത്ര അവബോധം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ സദ്ഭരണം എന്ന സ്വപ്നത്തിന് നിറം നൽകാൻ ഭരണം നടത്തുന്നവർ സ്വാഭാവിക നീതി തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ DC. ഈ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ഭരണതലത്തിലെ സ്വാഭാവിക നീതി എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ സുതാര്യവും നീതിപൂർവകവും ആകുന്നത് ഈ നീതി തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഭരണം നടത്തുമ്പോഴാണ്. സ്വാഭാവിക നീതി തത്വങ്ങളുടെ എസൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കുക. ഓഡി ആട്രം പാർട്ടം എന്നാണ് ഇതിന് നിയമത്തിൽ പറയുന്നത്. ഹിയറിംഗ് ദ അതർ സൈഡ്. ഒരു ഭരണകർത്താവിന് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് അത് ആരെയാണോ ബാധിക്കുന്നത് അയാൾക്ക് ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുകയാണ് ഈ നിയമതത്വത്തിന്റെ കാതൽ. റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരാൾക്ക് പറയാനുള്ള അവകാശം. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദമിനോട് ദൈവം ചോദിച്ചത്രേ, ആദം, ഡിഡ് യു ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദി ഫോർബിഡൻ ട്രീ? ഇതാണ് ദൈവത്തിന്റെ നീതി. നോ വൺ ഷാൽ ബി കണ്ടംപ്റ്റ് അൺഹിയർഡ്. ലീഗൽ അതോറിറ്റി തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആ വിഷയത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് പറയാനുള്ളത് പറയാൻ ഒരു അവസരം നൽകിയിരിക്കണം. ഇതിലേക്കൊരു നോട്ടീസ് ന്യായമായ രീതിയിൽ നൽകിയിരിക്കണം. അതിൽ ഹിയറിംഗ് നടത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതാണ്. ഹിയറിംഗ് നടത്തുന്ന സ്ഥലവും സമയവും വ്യക്തമാക്കണം. രേഖകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കുന്നതിനും വസ്തുതകൾ തെളിയിക്കുന്നതിനും മറ്റും ന്യായമായ സമയം, അതായത് അവസരം നൽകിക്കൊണ്ടുവേണം ഇപ്രകാരം ഹിയറിംഗ് നടത്തുവാൻ. ഹിയറിംഗ് നടത്താതെ എടുക്കുന്ന ഒരു തീരുമാനം സ്വാഭാവിക നീതിയുടെ ഗുരുതരമായ ലംഘനമാകിയാൽ അത് നൾ ആൻഡ് വോയിഡ് ആയിരിക്കുമെന്ന് 1966 മുനിസിപ്പൽ ബോർഡ് വേഴ്സസ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തുടർന്നും ഇക്കാര്യം നിരവധി തവണ സുപ്രീം കോടതിയും ഹൈക്കോടതികളും അടിവരയിട്ട് പറഞ്ഞിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഫോറങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത് കേൾക്കാതെ ഏകപക്ഷീയമായി തീരുമാനം കൈക്കൊള്ളുന്നത് തുടർന്നു വരുന്നുണ്ട്. സർക്കാരിനെതിരായി ഫയൽ ചെയ്യപ്പെടുന്ന വ്യവഹാരങ്ങളിൽ അധികവും ഇത് വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്ന അതോറിറ്റി മുൻപാകെ തെളിവിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും പ്രമാണങ്ങളും പരിശോധിക്കുന്നതിനും പകർപ്പെടുക്കുന്നതിനും എതിർകക്ഷികൾക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അപ്രകാരം അവസരം നൽകാതെ എതിർകക്ഷികൾക്ക് ദോഷം വരുന്ന വിധം ആ തെളിവുകൾ ഉപയോഗിക്കുന്നത് നിയമം വിലക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ഉൾപ്പെട്ടവർക്കെല്ലാം അവരുടെ ഭാഗം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ നൽകാൻ അവസരം നൽകുന്നത് ഫെയർ ഹിയറിംഗിന്റെ ഭാഗമാണ്. റൈറ്റ് ടു പ്രൊഡ്യൂസ് എവിഡൻസ്. അതുപോലെ തെളിവുകൾ സ്വീകരിക്കുന്നത് എതിർകക്ഷികളുടെ സാന്നിധ്യത്തിലും അറിവോടും സമ്മതത്തോടും കൂടി ആയിരിക്കേണ്ടതാണ്. നിയമസഹായം ലഭിക്കുന്നതിന് കക്ഷികൾക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ്. ലീഗൽ പ്രാക്ടീഷണറെ കേസ് നടത്തുന്നതിൽ നിന്നും നിയമം മൂലം വിലക്കിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഒഴികെ ഹിയറിംഗ് സമയത്ത് അഡ്വക്കേറ്റിന്റെ സഹായം തേടുന്നതിനും കക്ഷികളെ അനുവദിക്കേണ്ടതാണ്. ഹിയറിംഗ് കക്ഷികൾ പങ്കെടുത്തില്ല എന്നത് ഒരു വേസ്റ്റ് അല്ല, മറിച്ച് അവസരം നൽകിയിട്ടും പറയാനുള്ളത് പറയാതിരിക്കുന്നത് തീരുമാനത്തിന്റെ സാധുതയെ ബലപ്പെടുത്തുന്നു എന്ന് പറയാം. സ്വാഭാവിക നീതി നൽകുന്ന മറ്റൊരു അവകാശമാണ് റീസൺഡ് ഡിസിഷൻ ലഭിക്കാനുള്ള അവകാശം. യുക്തിഭദ്രമായ രീതിയിലുള്ള ഒരു തീരുമാനം ലഭിക്കാനുള്ള അവകാശം. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾ തീരുമാനം കൈക്കൊള്ളുമ്പോൾ എപ്പോഴും സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം പുറപ്പെടുവിക്കേണ്ടത്. ഇതുകൊണ്ടുള്ള ഒരു പ്രധാന മെച്ചം അത്തരം ഉത്തരവുകളിൽ അവ്യക്തത സൃഷ്ടിച്ച് എതിർകക്ഷികൾക്ക് അനർഹമായതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നതാണ്.
വസ്തുതകളിൽ ക്ലാരിറ്റി വരുന്നതുകൊണ്ട് തുടർന്നുള്ള ലിറ്റിഗേഷനുകൾ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇപ്രകാരം ഒരു സ്പീക്കിംഗ് ഓർഡർ നൽകേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി വളരെ അവധാനതയോടെ ആ വിഷയത്തെ സമീപിക്കുകയും എല്ലാ ഘടകങ്ങളും പരിശോധിക്കുകയും തുറന്ന മനസ്സോടെ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്നു. മുൻവിധിയോടെ ഒരു വിഷയത്തെ സമീപിക്കുകയില്ല. ആർബിട്രറിനെസ് അടങ്ങിയ സ്വേച്ഛാപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയില്ല. അതുകൊണ്ട് തന്നെ ഫെയർ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. അതുതന്നെയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പവും. അന്തിമ ഉത്തരവുകൾ പാസാക്കുമ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സഹായകമായി സ്വീകരിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പറയാതെ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ജുഡീഷ്യൽ അതോറിറ്റികൾ ഉടൻ തന്നെ റദ്ദ് ചെയ്യുന്നതാണ്. അത്തരം ഉത്തരവുകൾ വീണ്ടും പരിശോധിച്ച് നീതിന്യായ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും പുതുതായി പുറപ്പെടുവിക്കാൻ വേണ്ടി ഫയൽ റിമാൻഡ് ചെയ്യുകയാണ് പതിവ്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയനഷ്ടം, ധനനഷ്ടം ഇവ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ. വൈകി കിട്ടുന്ന നീതി ആദ്യമേ നൽകാൻ കഴിയുമെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സ്വാഭാവിക നീതി തത്വങ്ങളിൽ ഫെയർ ഹിയറിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൗണ്ടർ പാർട്ടാണ് റൂൾ അഗൈൻസ്റ്റ് ബയസ്. നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. നീതി നടപ്പിലാക്കുന്ന അധികാരി പക്ഷഭേദമില്ലാതെയും നിർഭയമായും വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ നീതി നിർവഹണം നടത്തേണ്ടതാണ്. നെപ്പോട്ടിസം, ഫേവറിറ്റിസം, ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ഇവ ഒന്നും പാടില്ല. ബയസ് 3 വിധത്തിലാണ്: പെക്യൂനിയറി ബയസ്, പേഴ്സണൽ ബയസ്, ബയസ് ആസ് ടു സബ്ജക്ട് മാറ്റർ. ബന്ധുക്കളുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴും സാമ്പത്തിക താല്പര്യങ്ങൾ കടന്നു വരുമ്പോഴും ഇത്തരം ബയസ് തീരുമാനങ്ങളെ ബാധിക്കാനിടയുണ്ട്. നല്ല അഡ്മിനിസ്ട്രേറ്റർ അത്തരം മുൻവിധികൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനായി തീരുമാനം കൈക്കൊണ്ട് സ്പീക്കിംഗ് ഓർഡർ പുറപ്പെടുവിക്കാൻ ബാധ്യസ്ഥനാണ്. സ്വാഭാവിക നീതി തത്വങ്ങൾ പരിപൂർണമായി പാലിക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളുമുണ്ട്. അർജൻസി ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. ശക്തമായ മഴയിൽ ഒരു പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു ബണ്ട് നീക്കം ചെയ്താലേ വെള്ളപ്പൊക്കം തടയാനാകും. അങ്ങനെ വന്നാൽ ബണ്ടിന്റെ ഉടമസ്ഥനെ നേരിൽ കേൾക്കുന്നതിനൊന്നും സാവകാശം ലഭിച്ചെന്ന് വരില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പബ്ലിക് സേഫ്റ്റി, പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് ഹെൽത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊന്നും നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ സമ്മറിയായി നടപടി സ്വീകരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഉത്തരവിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. പ്രിവന്റീവ് ആക്ഷന്റെ ഭാഗമായി ഒരു സത്വര നടപടി സ്വീകരിക്കുമ്പോഴും, ഉദാഹരണമായി മോബ് ഡിസ്പേഴ്സൽ അറ്റ് പബ്ലിക് അജിറ്റേഷൻ, ആ നടപടിയുടെ ഇമിനൻസ് കൊണ്ട് ഹിയറിംഗ് ദ അതർ സൈഡ് ഒന്നും പോസിബിൾ ആകുന്നതല്ല. നെക്സ്റ്റ്, ലെജിസ്ലേറ്റീവ് ആക്ഷൻ. നിയമസഭ പാസാക്കിയ ഒരു നിയമം നടപ്പിലാക്കുന്നതിനുള്ള റൂൾസ് തയ്യാറാക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഈ നീതി തത്വങ്ങൾ പാലിക്കേണ്ടതില്ല. കാരണം അത് ഒരു പബ്ലിക് പോളിസിയുടെ ഭാഗമായി നടത്തുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. പാസാക്കപ്പെട്ടിട്ടുള്ള നിയമവ്യവസ്ഥകളെ കുറിച്ച് പിന്നീട് ഒരു ഹിയറിംഗ് നടത്തേണ്ടതില്ല. ഫാക്റ്റുകൾ, അതായത് വസ്തുതകൾ സംബന്ധിച്ചു മാത്രമാണ് ഫെയർ ഹിയറിംഗ് നടത്തേണ്ടത്. ഇംപ്രാക്ടിക്കബിലിറ്റി. ചിലപ്പോൾ ഹിയറിംഗിന് അവസരം നൽകാൻ പ്രായോഗികമായി കഴിയാതെ വരാറുണ്ട്. ഉദാഹരണമായി, ഒരു മത്സര പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച വന്നതുകൊണ്ട് പരീക്ഷ റദ്ദ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മത്സരാർത്ഥികൾക്കും ഹിയറിംഗ് നൽകാൻ കഴിയില്ല. അതുപോലെ കുറ്റം അഡ്മിറ്റ് ചെയ്തു, പെനാൽറ്റി മാത്രമാണ് ശിക്ഷയെങ്കിൽ പിന്നീട് ഒരു ഹിയറിംഗിന്റെ ആവശ്യം വരുന്നില്ല. ഗസറ്റിലോ പത്രത്തിലോ പരസ്യപ്പെടുത്തി ആക്ഷേപം ക്ഷണിച്ചതാണെങ്കിലും പിന്നീട് മറ്റൊരു നോട്ടീസിന്റെ ആവശ്യം ഇല്ലാത്തതാണ്. സ്വാഭാവിക നീതി തത്വങ്ങളിൽ ഹിയറിംഗ് നടത്തിയ ആൾ തന്നെ തീരുമാനം കൈക്കൊള്ളണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസിഷൻസിൽ ഇത് പൂർണ്ണമായി പ്രാവർത്തികമല്ല. പോസ്റ്റ് ഡിസിഷണൽ ഹിയറിംഗ്. തീരുമാനം കൈക്കൊണ്ടതിനു ശേഷം നൽകുന്ന അവസരമാണിത്. ഉദാഹരണമായി, ഒരാളുടെ ജീവന് അപകടകരമായി നിൽക്കുന്ന മരം വെട്ടുന്നതിന് അപേക്ഷ ലഭിച്ചാൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റുമാർ CRPC 133D പ്രകാരം ഒരു കണ്ടീഷണൽ ഓർഡർ ഉടൻ പുറപ്പെടുവിക്കും. അതിൽ ആ ഓർഡർ പിന്നീട് മെയ്ഡ് ആബ്സല്യൂട്ട് ആക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കും. അതിൽ നിന്നും എതിർ കക്ഷിക്ക് ഓർഡറിനെതിരായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയം കണ്ടീഷണൽ ഓർഡർ പാസാക്കിയ ശേഷം ലഭിക്കുന്നതാണ്. ഇതാണ് പോസ്റ്റ് ഡിസിഷണൽ ഹിയറിംഗ്. മേൽപ്പറഞ്ഞ നിയമതത്വങ്ങളൊന്നും നിയമസഭ പാസാക്കിയ നിയമങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച നിയമതത്വങ്ങളാണ്. സമത്വത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന ശില. സ്വാഭാവിക നീതി പാലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളും കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപേ ഒരു കാര്യം കൂടി പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ഫോറംസ് എപ്പോഴും സ്വാഭാവിക നീതി തത്വങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ജസ്റ്റിസ്,
ഫെയർനെസ്, റൂൾ ഓഫ് ലോ എന്നിവ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയാനാകും. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് മാനിഫെസ്റ്റ്ലി ആൻഡ് അൺഡൗട്ടബ്ലി ബി സീൻ ടു ബി ഡൺ. നിയമം നടപ്പിലാക്കിയാൽ പോരാ, അത് സുതാര്യമായും സത്യസന്ധമായും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകുകയും വേണം. കൂടുതൽ പഠനത്തിനും വിലപ്പെട്ട അഭിപ്രായങ്ങൾക്കുമായി സമർപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വിഷയവുമായി ഉടൻ വരാം. താങ്ക് യു.